UDF അതിന്റെ ഉള്ളം കൈയിലിട്ട് അമ്മാനമാടിയ മണ്ഡലമായിരുന്നു കൊട്ടാരക്കര. UDFന്റെ തലമുതിർന്ന നേതാവ് അല്ലെങ്കിൽ UDFന്റെ എക്കാലത്തും UDFനെ നയിച്ച ആർ ബാലകൃഷ്ണപിള്ള തുടർച്ചയായി ജയിച്ചു വന്ന മണ്ഡലം. ആ മണ്ഡലം പിടിക്കാൻ CPM ഒരു സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കി. കൊട്ടാരക്കരക്കാർക്ക് മാത്രം സുപരിചിതമായ അല്ലെങ്കിൽ മണ്ഡലത്തിന് പുറത്തേക്ക് അത്രയൊന്നും ആരും അറിയാത്ത മുൻ കൊല്ലം ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ കൂടിയായിരുന്ന ഐഷ പോറ്റി. ഐഷ പോറ്റിയിലൂടെ കൊട്ടാരക്കര മണ്ഡലം പിടിച്ചെടുക്കാൻ CPMന് കഴിഞ്ഞു എന്ന് മാത്രമല്ല, UDFന്റെ വർഷങ്ങളായുള്ള കുത്തക അവസാനിപ്പിക്കാനും CPMനും ഇടതുമുന്നണിക്കും കഴിഞ്ഞു. ആ ഐഷ പോറ്റി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി CPMുമായി അത്ര രസത്തിലല്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KN ബാലഗോപാൽ, ഇപ്പോഴത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി, ജയിച്ച മണ്ഡലം കൂടിയാണ് കൊട്ടാരക്കര. അവിടെ നേരത്തെ ഇടതുമുന്നണിക്ക് വേണ്ടി അവർ കളത്തിലിറക്കി UDFനെ മലർത്തിയടിച്ച മണ്ഡലം പിടിച്ചെടുത്ത ഐഷ പോറ്റി കഴിഞ്ഞ ദിവസം കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് ലോക് ഭവന് മുന്നിൽ കോൺഗ്രസ് നടത്തിയ ഒരു സമരപ്പന്തലിലേക്ക് എത്തിയാണ് ഐഷ പോറ്റി കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നത്. ഐഷ പോറ്റിയുടെ മനം മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ, മുങ്ങാൻ പോകുന്ന കപ്പലിൽ നിന്ന് ആളുകൾ ചാടി രക്ഷപ്പെടുകയാണെന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളടക്കം കോൺഗ്രസ് പ്രവർത്തകർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. താൻ അംഗത്വമെടുത്ത കാലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് ഐഷ പോറ്റി മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഐഷ പോറ്റിയുടെ വരവ് കൊട്ടാരക്കരയിൽ കോൺഗ്രസിന് ഏത് തരത്തിലാണ് ഉണർവ് നൽകുക? കൈവിട്ടുപോയ കൊട്ടാരക്കര തിരിച്ചു പിടിക്കാൻ ഐഷ പോറ്റിയുടെ സ്വാധീനം ഉപയോഗപ്പെടുത്താൻ കോൺഗ്രസിന് കഴിയുമോ എന്നതാണ് വിശദമായി പരിശോധിക്കുന്നത്. ഐഷ പോറ്റിക്ക് പിന്നാലെ ഇനിയും കൂടുതൽ ഇടത് CPM നേതാക്കന്മാർ കോൺഗ്രസ് ക്യാമ്പിലേക്ക് എത്തുമോ എന്നും പരിശോധിക്കാം. സൗവർണിക PS ആണ് കൂടിയുള്ളത്. ഐഷ പോറ്റിയുടെ വരവ് കോൺഗ്രസിന് ഏത് തരത്തിലാണ് ഗുണം ചെയ്യാൻ പോകുന്നത്? എന്തായാലും ഐഷ പോറ്റിയുടെ വരവ് കോൺഗ്രസിന് ഗുണം ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, ഇതിപ്പോ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഐഷ പോറ്റി ഇങ്ങോട്ട് വന്നതല്ല. ഇതിനു മുന്നേ തന്നെ ചർച്ചകൾ നടന്നപ്പോഴും ഒക്കെ പറഞ്ഞിരുന്നു ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് വരും അല്ലെങ്കിൽ കോൺഗ്രസിനൊപ്പമാണെന്ന്. ഇപ്പൊ CPM അടക്കം പറയുന്നത് വർഗവഞ്ചനയാണ് ഐഷ പോറ്റി കാണിച്ചതെന്നാണ്. അപ്പൊ സരിൻ അങ്ങോട്ട് പോകുമ്പോ അവിടെ വർഗവഞ്ചന ഇല്ല. ഐഷ പോറ്റിയെ പോലെ ഉള്ളവർ കോൺഗ്രസിലേക്ക് വരുമ്പോൾ സരിന്റെ കാലത്ത് നമുക്ക് അത്തരത്തിൽ പറയാൻ കഴിയും. കാരണം പാലക്കാട് പോലെ ഒരു മണ്ഡലത്തിൽ അടൂരിൽ നിന്നൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന വിഷയത്തിലാണ് സരിൻ ഇപ്പൊ പാർട്ടി വിട്ടുപോയതിനെ ഞാൻ ന്യായീകരിക്കില്ല. അത് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് സരിൻ പാർട്ടി വിടുന്നതും. ആ സരിൻ പറഞ്ഞത് ശരിയാണെന്ന് ഇപ്പം കാലം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിപ്പോ എങ്ങനെയാണെങ്കിൽ പോലും അത് പാർട്ടിക്ക് അകത്ത് പറഞ്ഞു തീർക്കേണ്ട ഒരു വിഷയമായിരുന്നു. സരിന് സീറ്റ് കൊടുത്തില്ല എന്നുള്ളതിന്റെ ഒറ്റ പേരിൽ അല്ലെങ്കിൽ സീറ്റ് നിഷേധിച്ചു എന്ന ഒറ്റ കാരണത്തിന്റെ പേരിലാണ് CPMലേക്ക് സരിൻ പോകുന്നത്. ആ ഒരു സമയത്ത് എന്തുകൊണ്ട് CPM പറഞ്ഞില്ല അത് വർഗവഞ്ചനയാണ്, കോൺഗ്രസിനോട് വർഗവഞ്ചന കാട്ടി വന്ന സരിനെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് CPM അവിടെ സ്ഥാനാർത്ഥിയാക്കിയത്? തീർച്ചയായും ചോദ്യം ചെയ്യേണ്ട കാര്യം തന്നെയാണ്. സരിൻ മാത്രമല്ല, KP അനിൽകുമാർ, അതോടൊപ്പം തന്നെ NCPയിലേക്ക് പോയ ലതിക സുഭാഷ്, PS പ്രശാന്ത്, G രതികുമാർ ഉൾപ്പെടുന്ന നിരവധി ആളുകൾ CPMലേക്കും മറ്റ് ഘടകകക്ഷികളിലേക്കും എല്ലാം പോയിട്ടുണ്ട്. അത് തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ ഐഷ പോറ്റിയുടെ വരവ് എന്തായാലും കൊട്ടാരക്കരയിൽ ഒരു കോൺഗ്രസിന് ഗുണകരമായി മാറാൻ സാധ്യതയില്ലേ? സാധ്യതയുണ്ട്. കാര്യം ഐഷ പോറ്റി അവിടുത്തെ MLA ആയിരുന്നു. അവർക്ക് ഏറ്റവും അറിയപ്പെടുക അല്ലെങ്കിൽ കൊട്ടാരക്കരയ്ക്ക് ഏറെ സുപരിചിതമാണ് ഐഷ പോറ്റി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. അപ്പൊ അങ്ങനെയൊക്കെ ഐഷ പോറ്റിയുടേതായ സ്വാധീനമുണ്ട്. എനിക്ക് തോന്നുന്നു CPMനെ ഇത്രത്തോളം അത് ബാധിച്ചതിന്റെ കാരണം എന്ന് പറയുന്നത് കൊട്ടാരക്കര ഐഷ പോറ്റിയിലൂടെ കോൺഗ്രസ് തിരികെ പിടിക്കുമെന്നുള്ള ഒരു ഭയമാണ് CPMനെ കൊണ്ട് ഇത്തരം പരാമർശങ്ങളിലേക്ക് കൊണ്ട് എത്തിക്കുന്നതെന്ന് പറയേണ്ടി വരും. കാര്യം തീർച്ചയാണ് ഐഷ പോറ്റി നിന്ന് കഴിഞ്ഞാൽ കൊട്ടാരക്കരയിൽ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് കോൺഗ്രസിന് അനുകൂലമാണ്. പിന്നെ ഐഷ പോറ്റിക്ക് അവിടെ വ്യക്തിബന്ധങ്ങളുണ്ട്. ഇതെല്ലാം കൂടി ആകുമ്പോൾ തീർച്ചയായും ഐഷ പോറ്റി ജയിക്കും. അത് CPMന് അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് ഒരു തിരിച്ചടി ആകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്തരം പരാമർശങ്ങളൊക്കെ നടത്തുന്നത്. ഐഷ പോറ്റി പറഞ്ഞു തന്റെ പാർട്ടി തന്നെ അല്ലെങ്കിൽ അങ്ങനെ ഇപ്പൊ CPM പറയുന്നത് അധികാരം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഐഷ പോറ്റി വന്നത്. നമുക്കറിയാം, ഞാൻ അതാ പറഞ്ഞത്, ഇതൊരു സുപ്രഭാതത്തിൽ ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് വന്നതല്ല. ഇതിനു മുന്നേയും ചർച്ചകൾ അല്ലെങ്കിൽ അതിർത്തി ഐഷ പോറ്റി പല സമയത്തും അറിയിച്ചിരുന്നു. പക്ഷെ അതൊന്നും പാച്ചപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ ഇവർക്കായില്ല, അല്ലെങ്കിൽ CPMന് അതൊന്നും പരിഹരിക്കാനാകാത്ത സാഹചര്യത്തിൽ കൂടിയാണ് വന്നത്. ഇപ്പൊ പറയുന്ന പോലെ കൊടിക്കുന്നിൽ സുരേഷിന്റെ പ്ലാൻ ആയിരുന്നു ഐഷ പോറ്റി, അല്ലെങ്കിൽ കൊടിക്കുന്നിൽ സുരേഷാണ് അതിന് നേതൃത്വം വഹിച്ച ഐഷ പോറ്റി ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇനി ഇതുപോലെ ആരൊക്കെ ഐഷ പോറ്റിക്കൊപ്പം ഇപ്പുറത്തേക്ക് വരും എന്നൊരു ചോദ്യമുണ്ട്. കാര്യം നമുക്കറിയാം, CPMലെ അടുത്തായി പലരും പാർട്ടിയിൽ നിന്ന് മാറിപ്പോകുന്നുണ്ട്. ഇപ്പൊ കോൺഗ്രസിലേക്ക് ഐഷ പോറ്റി വന്നു, റെജി ലൂക്കോസ് അടക്കമുള്ളവർ BJPയിലേക്ക് പോയി. ആ ഒരു സമയത്തൊക്കെ ഇതൊക്കെ CPMനെ പ്രതിസന്ധിയിലാക്കും. റെജി ലൂക്കോസ് പോയപ്പോ അദ്ദേഹത്തിന് ഇടതു മുന്നണിക്കാരനായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ഐഷ പോറ്റിയുടെ വിഷയത്തിൽ അവർക്ക് അങ്ങനെ ഒരു നിലപാടെടുക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ കഴിയില്ല. ആ ഒരു സാഹചര്യത്തിലാണ് അവർ പറഞ്ഞത് ഐഷ പോറ്റിക്ക് സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടതിന്റെ പേരിലാണ് പോയത്. അപ്പൊ എന്തായാലും കൊട്ടാരക്കരയിൽ CPMന്റെ കാലിടറുമെന്ന് CPMന് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഐഷ പോറ്റിക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ അല്ലെ ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് വന്നപ്പോ കൊട്ടാരക്കരയിൽ കോൺഗ്രസിന് ജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടി ഒരുങ്ങിയിട്ടുണ്ട്. തീർച്ചയായും കൊട്ടാരക്കര പോലെയുള്ള ഒരു മണ്ഡലം ആർ ബാലകൃഷ്ണപിള്ള തന്റെ
പിന്നിൽ കൊണ്ടു നടന്ന ഒരു മണ്ഡലമായിരുന്നു കൊട്ടാരക്കര. നേരത്തെ നമുക്കറിയാം കൊട്ടാരക്കര പിടിച്ചെടുക്കുക എന്നത് CPM-ന്റെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിരുന്നു. അവിടെയാണ് ആയിഷ പോറ്റി എന്ന സ്ഥാനാർത്ഥി അവർ രംഗത്തിറക്കുന്നു. ആയിഷ പോറ്റി കൊട്ടാരക്കര മണ്ഡലം പിടിച്ചെടുക്കുകയും ചെയ്തത്. എന്തായാലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആയിഷ പോറ്റിയുടെ പാർട്ടി മാറ്റം അല്ലെങ്കിൽ മുന്നണി മാറ്റം ഉൾപ്പെടെ വലിയ തരത്തിൽ കൊട്ടാരക്കരയിൽ ചർച്ചയാകും. അവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ബേസ് വോട്ടുള്ള ഒരു മണ്ഡലമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അവിടെ ആയിഷ പോറ്റിയിലൂടെ അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയും. നിലവിലെ സാഹചര്യത്തിൽ ആയിഷ പോറ്റിക്ക് സീറ്റ് നൽകുമോ സീറ്റ് നൽകണോ എന്ന് തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണ്, കോൺഗ്രസ് നേതൃത്വമാണ്. അത്തരത്തിൽ ഒരു തീരുമാനം ആയിഷ പോറ്റിയെ മത്സരിപ്പിക്കുമെന്ന് നമുക്ക് വ്യക്തമായി പറയാൻ സാധിക്കില്ലെങ്കിലും ആയിഷ പോറ്റിയുടെ സ്വാധീനം കോൺഗ്രസിന് ഉപകാരപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അത് ഏത് തരത്തിലായിരിക്കും കോൺഗ്രസ് ഉപകാരപ്പെടുത്താൻ നോക്കുക എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ മാത്രമേ കണ്ടറിയാൻ കഴിയൂ. പക്ഷേ CPM-ൽ പല നേതാക്കന്മാർ, അതായത് CPM-ന്റെ മുൻ MLA-മാർ MP-മാർ ഉൾപ്പെടെയുള്ള അസംതൃപ്തർ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുരേഷ് കുറുപ്പുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. കോട്ടയത്തുള്ള CPM-ന്റെ പ്രമുഖ നേതാവാണ്, SFIയുടെ പഴയ സംസ്ഥാന നേതാവാണ്. അതോടൊപ്പം തന്നെ ജെയിംസ് മാത്യു, മുൻ തളിപ്പറമ്പ് MLA ജെയിംസ് മാത്യു ഇപ്പോൾ പാർട്ടിയിൽ സജീവമല്ല. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില അഭ്യൂഹങ്ങൾ പുറത്തു വരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഒരുപാട് വിസ്മയങ്ങൾ ഉണ്ടാകുമെന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കഴിഞ്ഞ ദിവസമാണ് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ആ വിസ്മയങ്ങളിൽ ആദ്യത്തെ വിസ്മയമാണ് ഇപ്പോൾ ആയിഷ പോറ്റി കോൺഗ്രസിൽ എത്തിയതിലൂടെ കേരളം കണ്ടിരിക്കുന്നത്. ഇനിയും വരും ദിവസങ്ങളിൽ കൂടുതൽ വിസ്മയം കേരളം കാണാൻ ഇരിക്കുന്നതേയുള്ളൂ എന്നാണ് സതീശൻ പറയുന്നത്. എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്ന മാറ്റങ്ങളുണ്ടോ? തെരഞ്ഞെടുപ്പ് കാലത്ത് ഉത്തരേന്ത്യയിലൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടികളിൽ നിന്ന് കൂടുമാറ്റം, നിരവധിയായ വാർത്തകൾ പുറത്തു വരുന്നു. കേരളത്തിൽ അത്രത്തോളം കൂടുമാറ്റങ്ങളൊന്നും ഇല്ലെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നിരവധി ആളുകൾ പാർട്ടിയിൽ വരാനും കോൺഗ്രസിലേക്ക് കടന്നു വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം കോൺഗ്രസ് ജയിക്കുമെന്ന ഒരു പൊതു ട്രെൻഡ് കേരളത്തിലകത്ത് രൂപപ്പെട്ടിട്ടുണ്ട്. ആ ട്രെൻഡ് മുതലാക്കാൻ പലരും കോൺഗ്രസിലേക്ക് വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും ആയിഷ പോറ്റിയെ പോലെയുള്ള സ്വാധീനമുള്ള അല്ലെങ്കിൽ മണ്ഡലത്തിൽ 10 വോട്ട് ക്യാൻവാസ് ചെയ്യുന്ന ആളുകൾ വരികയാണെങ്കിൽ അത് കോൺഗ്രസിന് ഉപകാരപ്രദമാകും. അല്ലാതെ റജി ലൂക്കോസിനെ പോലെ ഇടതുമുന്നണിയുടെ കയ്യാലപ്പുറത്ത് ജോലി ചെയ്യുന്ന ആളുകൾ വന്നിട്ട് ഒരു മുന്നണിക്കും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു ഗുണവുമില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് നിരവധിയായ ആളുകളുടെ രാഷ്ട്രീയ പ്രവേശനം, കോൺഗ്രസിലേക്കുള്ള പ്രവേശനം കാണാൻ കഴിയും. കേരളത്തിന്റെ ചരിത്രത്തിൽ എങ്ങുമില്ലാത്ത അല്ലെങ്കിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത വീറും വാശിയുമുള്ള ഒരു തെരഞ്ഞെടുപ്പിനാണ് ഈ തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. കാരണം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇരു മുന്നണികളെ സംബന്ധിച്ചിടത്തോളം പ്രസ്റ്റീജ് തെരഞ്ഞെടുപ്പാണ്. കാരണം 10 വർഷത്തിന് ശേഷം ഭരണം പിടിക്കുക എന്നാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. അതോടൊപ്പം തന്നെ തുടർഭരണം 3ാം തവണയും അധികാരത്തിലേറുക എന്നതാണ് CPM-ന്റെ ലക്ഷ്യം. 100+ സീറ്റ് കോൺഗ്രസ് അവകാശപ്പെടുമ്പോൾ 110 സീറ്റുകളിൽ ഞങ്ങൾ അധികാരം നിലനിർത്തുമെന്നാണ് CPM പറയുന്നത്. അവിടെ എല്ലാ തന്ത്രങ്ങളും മന്ത്രങ്ങളും എല്ലാം ഇരു മുന്നണികളും പുറത്തിറക്കും. അത് മാത്രമല്ല മൂന്നാമതൊരു മുന്നണി NDA ഇത്തവണ സീറ്റ് നേടും. 2016 രാജഗോപാൽ നേമത്ത് വിജയിച്ച ശേഷം 2021 തെരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് ഇടതുമുന്നണിയും വലതുമുന്നണിയും ചേർന്ന് അക്കൗണ്ട് ക്ലോസ് ചെയ്തിരുന്നു. 2026 വീണ്ടും കേരളത്തിന്റെ നിയമസഭയിൽ BJP-യുടെ അംഗങ്ങൾ ഉണ്ടാകുമെന്ന അവകാശവാദമാണ് BJP ക്യാമ്പ് ഉന്നയിക്കുന്നത്. കോൺഗ്രസിനെയും ഇടതുമുന്നണിയെയും BJP-യെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ തെരഞ്ഞെടുപ്പാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ വിജയത്തിൽ കോർപ്പറേഷൻ പിടിച്ചെടുത്ത BJP-ക്ക് തിരുവനന്തപുരം ജില്ലയിൽ 4 MLA-മാരെ സൃഷ്ടിക്കുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. എന്നാൽ കോൺഗ്രസ് പറയുന്നത് 100-ലധികം സീറ്റുമായി ഇത്തവണ അധികാരത്തിൽ വരും. 110 സീറ്റ് നേടി അധികാരം നിലനിർത്തുമെന്ന് ഇടതുമുന്നണി പറയുന്നു. അതോടൊപ്പം തന്നെ മികച്ച ജനപിന്തുണയുള്ള നേതാക്കന്മാരെ പാർട്ടികളിൽ എത്തിക്കാൻ 3 രാഷ്ട്രീയ പാർട്ടികളും ശ്രമിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട 3 രാഷ്ട്രീയ പാർട്ടികളും ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുന്നണി വിപുലീകരണം എന്ന ലക്ഷ്യം ഇടതുമുന്നണിക്കുമുണ്ട്. അതിന്റെ ഭാഗമായി കേരള കോൺഗ്രസിനെ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കാൻ UDF ശ്രമിക്കുന്നു. ഇടതുമുന്നണിയിൽ നിന്ന് കേരള കോൺഗ്രസിനെ പിടിച്ചു നിർത്താൻ ഇടതുമുന്നണി ശ്രമിക്കുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയം നിരവധിയായ സംഭവ വികാസങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. കൂടുമാറ്റങ്ങളുടെ കാലമാണ് തെരഞ്ഞെടുപ്പ് കാലം എന്ന കാര്യത്തിൽ തർക്കമില്ല. മുന്നണി മാറ്റമുണ്ടാകുമോ? പ്രബല രാഷ്ട്രീയ പാർട്ടികൾ ഇടതുമുന്നണി വിട്ട് UDF-ലേക്ക് പോകുമോ? UDF വിട്ട് ഏതെങ്കിലും മുന്നണി രാഷ്ട്രീയ പാർട്ടി ഇടതുമുന്നണിയിലേക്ക് പോകുമോ എന്നതെല്ലാം വരും ദിവസങ്ങളിൽ കണ്ടറിയാം. എന്തായാലും ആയിഷ പോറ്റിയുടെ വരവ് കേരള രാഷ്ട്രീയത്തിലെ ഒരു കുത്തൊഴുക്കിനുള്ള ഒരു തുടക്കം മാത്രമാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ LDF CPM നേതാക്കന്മാർ കോൺഗ്രസിലേക്ക് എത്തുമെന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കന്മാരിൽ നിന്നും ലഭ്യമാകുന്ന വിവരം.